Assalamualaikum warahmatullahi ta'ala wabarakatuh. വെൽക്കം ടു മൈ ചാനൽ ഫ്ലാഷ് ഓഫ് ഇസ്ലാം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അറബിക് കാലിഗ്രാഫി വീഡിയോ ആയിട്ടാണ്. ഇന്ന് എല്ലാവർക്കും അറിയാം, ഇന്ന് ന്യൂ ഇയർ ആണ്. ജനുവരി 1-ാം തീയതിയാണ്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ന്യൂ ഇയറിനോട് സംബന്ധിച്ച് ഒരു കാലിഗ്രാഫിയാണ്. എന്താണ്? ഇതാണ് ആ കാലിഗ്രാഫി എന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ആം സനത സായിദ്, പുതുവത്സരാശംസകൾ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് ആദ്യം പെൻസിൽ കൊണ്ട് ചെയ്യും, പിന്നെ ഇങ്ക് കൊണ്ട് ചെയ്യും. പിന്നെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡബിൾ മെത്തേഡ് പെൻസിൽ ഉപയോഗിക്കും. കലമില്ലാത്തവർക്കാണ് ഡബിൾ മെത്തേഡ് പെൻസിൽ ഉപയോഗിക്കുന്നത്. അതിന്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഗ്ലോസി ഷീറ്റാണ്. A4 സൈസിലുള്ള പേപ്പറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലോസി ഷീറ്റ് എല്ലാ കടയിലും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് അത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് വലിയ വലിയ കടയിൽ മാത്രമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എഴുതുന്നതിനേക്കാളും മുമ്പ് ഞാനൊരു മെഷർമെൻറ്റ് കാണിക്കാം. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് 17 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കാം. പിന്നെ അതിൻ്റെ ഹാഫ് എടുക്കാം. ഹാഫ് 8.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 സെൻറ്റിമീറ്റർ സെൻറ്ററിൽ നിന്ന് വരക്കാം. പിന്നെ അതിന് ശേഷം 14 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലൈൻ പോകേണ്ടത്. പിന്നെ ഇവിടുന്നും ഓരോ ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. ഒരു ട്രയാങ്കിൾ കിട്ടും. പിന്നെ ഈ ബോക്സ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഈ ബോക്സ് എന്ന് പറയുന്നത് 2.5 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഇത് അങ്ങോട്ട് വിട്ടു കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് ആം സനത സായിദ് എന്നാണ്. അപ്പോൾ ആദ്യം ആം എന്നാണ് എഴുതുന്നത്, പിന്നെ സനത എന്നാണ് എഴുതുന്നത്, പിന്നെ സായിദ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് അർത്ഥം വരുന്നത് പുതുവത്സരാശംസകൾ എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇത് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് ഈ റഫിലൊക്കെ ഒന്ന് എഴുതി വെക്കാം. ഇവിടെ സായിദ് എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ആദ്യത്തെ സാന്റെ ആദ്യത്തെ ഇത് ഇങ്ങനെയാണ്, പിന്നെയുള്ളത് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അതിലേക്ക് ഐനിലേക്ക് ടച്ച് ചെയ്യുന്ന ഭാഗമാണ് അത്. പിന്നെ ഐനിൻ്റെ ഈ ഭാഗം കുറച്ച് പൊങ്ങിയിട്ടിരിക്കണം. പിന്നെ ഇങ്ങനെ വരണം. പിന്നെ ഇവിടെ ഒരു യാ വരുന്നുണ്ട്. ഇങ്ങനെയാണ്. പിന്നെ യാ കഴിഞ്ഞിട്ടുള്ള ഇത് കുറച്ച് ചെരിഞ്ഞ് മുകളിലേക്ക് പോകണം. എന്നിട്ട് ഇത് എവിടുന്ന് ഇങ്ങനെ തുടങ്ങും. ഓക്കെ, അപ്പോൾ സായിദ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി സനത എന്നാണ്. ഇപ്പോൾ ഇവിടുന്ന് തന്നെ തുടങ്ങുക. കുറച്ച് റൗണ്ടായ രീതിയിലാണ്. പിന്നെ ഒരു ഇതേപോലെയുള്ള ഷേപ്പിലാണ്. പിന്നെ ടച്ച് ചെയ്യുന്ന ഭാഗം ഇങ്ങനെ വരുന്നു. പിന്നെ നൂനാണ്. പിന്നെ കുറച്ച് പൊക്കിയിടാം. കുറച്ച് റൗണ്ടായിട്ട് എടുക്കാം കേട്ടോ. കുറച്ച് പൊക്കിയിടാം.
അപ്പോൾ ഇവിടെ നൂന് സനത്ത എന്നായി. ഇനി നമുക്ക് ആം എഴുതാനുണ്ട്. അപ്പോൾ അയിനിൻ്റെ ഇവിടം വരെ ഇങ്ങനെയാണ്. പിന്നെ എഴുതാൻ പോകുമ്പോൾ ഇങ്ങനെ പോകണം, കുറച്ച് താഴ്ന്ന രീതിയിൽ പോകണം. എന്നിട്ട് ഇവിടേക്ക് കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഇങ്ങനെ പൊക്കി വിടാം. ഓക്കെ, സ്ട്രെയിറ്റ് ലൈനായിട്ട് പൊക്കി വിടാം. പിന്നെ ഇവിടുന്നൊരു മീം, ഇത് കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ അത് എഴുതുമ്പോൾ കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ഡിസൈന്, മറ്റേ കുറച്ച് ബഫർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ക് കൊണ്ട് എഴുതാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഗ്ലോസി ഷീറ്റിലേക്ക് ഒന്ന് പതുക്കെ എഴുതിയെടുക്കണം. കുറച്ച് കട്ടി കൂടാതെ നല്ല എളുപ്പത്തിലാണ് എഴുതിയെടുക്കേണ്ടത്. ഓക്കെ, നമുക്കിപ്പോൾ ഇതിലേക്ക് എഴുതിയെടുത്ത ശേഷം നമുക്ക് ഇങ്ക് കൊണ്ട് എഴുതാം. നമ്മൾ ഇനിക്ക് വെച്ച് എഴുതാൻ പോവുകയാണ്. നമ്മൾ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് എഴുതേണ്ടത്. പിന്നെ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് ആ ഒരു സായിൻ്റെ കൊടുക്കേണ്ടത്. പിന്നെ ജോയിൻറ്റിങ് ആണ്, ജോയിൻറ്റിങ് കാണിച്ചു തരാം. ആ സായിന് ശേഷം വരുന്നത് അയിനാണ്. ഇങ്ങനെയാണ് ആ ഒരു ജോയിൻറ്റിങ് വരുന്നുള്ളത്. നമുക്ക് ആദ്യം ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ബാക്കോട്ട് ഇങ്ങനെ വലിച്ചാൽ മതി, നന്നായിട്ട് കിട്ടും. പിന്നെ നമ്മൾ അയിനിൻ്റെ ഒരു ഭാഗമാണ് ഇതിൻ്റെ ഈ പോർഷൻ എഴുതുമ്പോൾ കുറച്ച് പൊങ്ങിയിട്ടാണ് വരേണ്ടത്. ഇതുപോലെ കുറച്ച് പൊങ്ങിയിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഇത് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും എഴുതിയെടുത്തിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അടുത്തത് സനത്ത എന്നാണ് നമ്മൾ എഴുതുന്നത്. അതും ഇതേപോലെ തന്നെയാണ്. സ്ട്രോക്കിൻ്റെ മറ്റേ അടുത്ത സാ കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരത്തിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇതേപോലെ കൊണ്ടുവന്നാൽ മതി. പിന്നെ താണ് അത് വീഡിയോ കാണിക്കും പോലെ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾക്ക് അപ്പോൾ അതും എഴുതിയെടുക്കാം. ഇതും എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പുള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് കൊടുക്കാം, അവസാനം കൊടുത്താൽ മതി. പിന്നെ ആമ് ആണ് നമ്മൾ എഴുതാനുള്ളത്. ആമ് അയിന് നമ്മൾ എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ എഴുതുമ്പോൾ കുറച്ച് ചെരിഞ്ഞു കൊണ്ടാണ് വരേണ്ടത്. അത് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ എഴുതിയാൽ മതി. അതിൻ്റെ റൂൾ അനുസരിച്ച് അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് എഴുതി നോക്കാം. ഓക്കെ,
എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഒരു ചെറിയൊരു ഗ്യാപ്പ് റൗണ്ട് ആവശ്യമുണ്ട്. അത് കുറച്ച് എഴുതുമ്പോൾ തെന്നിയതാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു. ഏതായാലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഹർക്കത്തൊക്കെ ഇട്ട് കൊടുക്കാം. അത് ഞങ്ങൾ പുള്ളിയാണ് ഇടുന്നത്. അപ്പോൾ സായിദിൻ്റെ യാഇൻ്റെ 2 പുള്ളിയാണ് ഇപ്പോൾ ഇടുന്നുള്ളത്. ഇവിടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളെ ഈ കലമില്ലാത്തവർ ഡബിൾ മെത്തേഡ് പെൻസിൽ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മെത്തേഡ് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളത് മറ്റ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അടിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. കാലിഗ്രാഫി എങ്ങനെയുണ്ട് എന്നും കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, നമ്മൾ ഇപ്പോൾ പുള്ളി ഇട്ട് കൊടുത്തു. ഇനി പുള്ളി വേണ്ടത് നൂനിനാണ്. നൂനിന് ഒരു പുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഹാത്താക്കാണ് പുള്ളി വേണ്ടത്. അത് എവിടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അവിടെ സ്ഥലമില്ലെങ്കിൽ ഇവിടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ സ്ട്രൈറ്റ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പുള്ളിയുടെ ആവശ്യം കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരു ഫത്ഹ്, പിന്നെ ഇവിടെ ഒരു കെസർ, പിന്നെ ഇവിടെ ഒരു ഇത് വേണം. അത് ഞാൻ കാണിക്കാം. ഇങ്ങനെയാണ്. അത് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇട്ടത്. പിന്നെ ഇവിടെ ഒരു ഫത്ഹ്, പിന്നെ ഇവിടെ ഒരു ഫത്ഹ്. അങ്ങനെ ബാക്കി ഞങ്ങളിങ്ങനെ കട്ട് ചെയ്തിടും. പിന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. പിന്നെ ബാക്കിയൊന്ന് ഇപ്പം ഞാനിവിടെ കുറച്ച് കുളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മൂർച്ചയുള്ള ഭാഗം കൊണ്ടാണ് ഞാനത് പൂരിപ്പിച്ച് കൊടുത്തത്. അത് കട്ട് ചെയ്തിട്ടാണ്, വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും നിങ്ങളുടെ കലമാണെങ്കിൽ കലമിൽ ഇങ്ങനെയുള്ള മൂർച്ചയുള്ള ഭാഗം നിങ്ങൾ ചെത്തി വെച്ചാൽ മതി. അത് നല്ല ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഹർക്കത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, അവസാനത്തെ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ അവസാനം എഴുതിയെടുത്തത് ഇതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബോർഡറും വരച്ചിട്ടുണ്ട് മാർക്കർ ഉപയോഗിച്ചിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു പുതുവത്സരാശംസകൾ എന്നൊക്കെ എഴുതാം. പിന്നെ ഇതിൻ്റെ അർത്ഥമാണ് ഈ പുതുവത്സരാശംസകൾ എന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഇത് ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ മുമ്പത്തെ ഡബിൾ മെത്തേഡ് പെൻസിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.